ഹായ് ഹലോ പവിത്രം സീരിയലിൻ്റെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തരുണിനോട് എല്ലാ സത്യങ്ങളും പറയണം, ഇനി അധികം വൈകിക്കരുതെന്ന് അമ്മ വേദിയോട് പറയുന്നുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവനത് അറിയണം മോളെ, അല്ലെങ്കിൽ കൂടുതൽ അത് വഷളാവും. അമ്മേ, എങ്ങനെ പറയുമെന്ന് എനിക്കറിയില്ല. ഗൗരിമോൾ നമ്മൾ എന്ത് പറയും? ഇതല്ല അച്ഛൻ, നിന്റെ അച്ഛൻ മറ്റൊരാളാണെന്ന് ആ കുട്ടി വലുതാവുമ്പോഴേക്കും നമുക്ക് പറയണ്ടേ? അല്ലെങ്കിൽ കുഞ്ഞിനോടും അച്ഛനോടൊക്കെ ചെയ്യുന്ന വലിയ ചതിയായിരിക്കും. അതെ, അവരുടെ മനസ്സിൽ നിന്ന് അതൊരിക്കലും പറിച്ചു കളയാൻ കഴിയില്ല. അങ്ങനെ ആ സമയത്താണ് ആ തരുണിൻ്റെ അമ്മയ്ക്ക് നാട്ടിലേക്ക് പോവേണ്ട ഒരാവശ്യം വരുന്നുണ്ട്. അങ്ങനെ ഇവർ 3 പേരും കൂടെ നാട്ടിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് കലക്ടറും കുടുംബവും ഒരു യാത്ര പോവുകയാണെന്ന കാര്യം ഗുണ്ടകൾ അറിയുന്നുണ്ട്. ആ ഒരു കഞ്ചാവ് കേസിൽ പിടിച്ച ആ ആൾ തന്നെ വേദിയോട് തീർത്താ പകയുണ്ടാവും. അവളെ അങ്ങനെ വിട്ടാൽ പറ്റില്ല, അവളെ ഇല്ലാതാക്കണം. അവളാണ് ഇതിനെല്ലാം പുറകിൽ. ഇതെനിക്ക് അത്രയും നഷ്ടമുണ്ടായത് ആ വേദ ഒറ്റൊരുത്തിയാണ്. അങ്ങനെ ഇവരെ യാത്ര ചെയ്യുന്ന കാറിനെ ഫോളോ ചെയ്ത് അവളെ കൊല്ലാനുള്ള കൊട്ടേഷൻ ടീം ഉണ്ടായിരിക്കും. ഒരു ആക്സിഡൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, 3 തട്ടുക, അതായിരുന്നു അവരുടെ ലക്ഷ്യം. അങ്ങനെയാണ് ഹൈവേയിൽ വെച്ച് ആ ആക്സിഡൻറ്റ് സംഭവിക്കുന്നുണ്ട്. തരുൺ തന്നെ ഫോളോ ചെയ്യുന്ന ആളുകളെ ഒരുപാട് തവണ കണ്ണാടിയിൽ കാണുന്നുണ്ട്. വേദയ്ക്കും മനസ്സിലാവുന്നുണ്ട് തനിക്ക് ഞങ്ങളുടെ ശത്രുക്കൾ ആരോ പുറകിലുണ്ടെന്ന കാര്യം. അങ്ങനെ അവർ ഒരുപാട് ദൂരെ പോണ സമയത്ത് അപ്പോഴൊന്നും വ്യതിവിദഗ്ധമായി അവരുടെ ആക്സിഡൻറ്റിൽ പെടുത്താൻ നോക്കുന്നുണ്ടെങ്കിലും തടയുന്നതും തൻ്റെ വാഹനം സ്പീഡിൽ ഓടിക്കാണ്. എന്നാൽ ഒരു സ്ഥലത്ത് വന്ന് 2 വാഹനങ്ങളും കൂടെ ചേർന്ന് കൂട്ടിയിടിക്കാണ്. ആ സമയം നിലവിളിയോടുകൂടെ ആ കാറ് ആക്സിഡൻ്റ് ആവാട്ടോ. മിനിറ്റുകൾക്കുള്ളിൽ ആളുകൾ കൂടി. എന്നാൽ ആക്സിഡൻ്റ് പെടുത്തുകയും കൊട്ടേഷൻ ടീം അവിടുന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞിരുന്നു. അതിലൊരാൾ ഇറങ്ങി നോക്കുന്നുണ്ട്. കാറിൻ്റെ കിടപ്പും ഇതെല്ലാം കണ്ടിട്ട് ഒരാൾ പോലും രക്ഷപ്പെടില്ല എന്ന കാര്യം അയാൾ ഉറപ്പുവരുത്തി അവിടുന്ന് പോകുന്നുണ്ട്. അപ്പോഴേക്കും ആംബുലൻസ് വന്ന് എല്ലാവരെയും ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. തരുണിൻ്റെയും വേദയുടെയും അമ്മയുടെയൊക്കെ അവസ്ഥ വളരെ ഗുരുതരമായ പരിക്കോടുകൂടിയായിരിക്കും. ഗൗരിമോൾക്ക് പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. വേദക്കാണെങ്കിലോ തലയിൽ നിന്ന് നല്ല രക്തം വരുന്നുണ്ടാവും. അങ്ങനെ വാർത്തകളിലെല്ലാം വരുന്നുണ്ട്. കലക്ടറും കുടുംബവും അപകടത്തിൽ എന്ന വാർത്ത എല്ലായിടത്തും ന്യൂസ് ചാനലുകളും എല്ലായിടത്തും വരുന്നുണ്ട് കേട്ടോ. ഈ സമയം തന്നെയായിരുന്നു അവിടെ ഇങ്ങനെ അച്ഛനും ശ്രീകാന്ത് എല്ലാവരും ഹാളിലിരുന്ന് ന്യൂസ് കാണുന്നിടയിലാണ് പെട്ടെന്ന് തമിഴ്നാട്ടിലെ ആ ഒരു ന്യൂസ് ചാനൽ പുറത്തേക്ക് വന്നത്. തമിഴ്നാട് കലക്ടർ കുടുംബവും അപകടത്തിൽ എന്ന് പറഞ്ഞ് വേദയുടെയും തരുണിൻ്റെയും ഗൗരിമോളുടെയും അവരുടെയൊക്കെ എല്ലാവരുടെയും ഫോട്ടോ ടി.വിയിൽ സ്ക്രീനിൽ വരുന്നത് അത് കണ്ടതും ശങ്കരനാരായണനും ദീപ്തിയെല്ലാം ഞെട്ടലോടെ അതിലേക്ക് നോക്കുന്നുണ്ട്. തമിഴ്നാട്ടിലെ കലക്ടർ വേദ ശങ്കരനാരായണനും കുടുംബവുമാണ് ആക്സിഡന്റ് സംഭവിച്ചത്. അതീവ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കഴിയുകയാണ് എന്ന് ശ്രീകാന്ത് കേട്ടതും ശ്രീകാന്ത് ആകെ ഞെട്ടലോടെ ടി.വി സ്ക്രീനിലേക്ക് നോക്കുകയാണ്. ഇവൾ കലക്ടറോ? ഇതുവരെ ആരും ആ രഹസ്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അത് കണ്ടതും തന്നെ എല്ലാവരും ഞെട്ടലോടുകൂടെ അതിലേക്ക് നോക്കണം. അമ്മേ, അമ്മേ എന്ന് വിളിച്ച് ദീപ്തി അകത്തേക്ക് വിളിക്കുന്നുണ്ട്. അന്നേരത്ത് പത്മ വരുന്നുണ്ട്. ദേ നോക്കമ്മേ. അപ്പോഴാണ് വേദയെ കാണുന്നത്. അയ്യോ, എൻ്റെ മോൾക്ക് ഇതെന്ത് പറ്റി? ആ സമയം പൊട്ടിച്ചിരിക്കുന്നുണ്ട് ശ്രീകാന്ത്. കലക്ടറും കുടുംബവും അപകടത്തിലെന്ന് അവൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. എന്തായാലും എൻ്റെ കയ്യിൽ മെനക്കുണ്ടാക്കാതെ അവൾ ഇവിടെ നിന്ന് പോവുമല്ലോ എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്. ശ്രീകാന്തേ, നിന്റെ കൂടെ പിറപ്പാണത്. നീ വീട്ടിലേക്ക് കയറരുതെന്ന് അച്ഛൻ നിന്നോട് പറഞ്ഞതാണ്. പിന്നെ എന്തിനാ നീ ഇങ്ങോട്ട് വന്നത്? നിന്റെ സ്വന്തം അനിയത്തിയല്ലേടാ അത്. നിനക്ക് എങ്ങനെ മനസ്സ് വരുന്നു? പത്മ പറയുമ്പോൾ ശങ്കരനാരായണൻ പറയും, പത്മേ, അവനക്ക് കൂടപ്പിറപ്പുകളോ അനിയത്തിയോ അച്ഛനോ അമ്മയോ അങ്ങനെ ഒരാളില്ല. അവൻ്റെ മുമ്പിൽ പണവും പ്രഭാതവും മാത്രമേ ഉള്ളൂ. അങ്ങനെ ശ്രീകാന്ത് പുഞ്ചിരിച്ചുകൊണ്ട് അവിടുന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട്. ശങ്കരേട്ട, നമ്മുടെ മോള് അവൾക്കൊന്നും സംഭവിക്കില്ല. അവൾ ഹോസ്പിറ്റലാണെന്നല്ലേ പറഞ്ഞത്? ഞാൻ അവിടെ വരെ ഒന്ന് പോകുന്നുണ്ട്. ഞാനും വരട്ടെ? ഇപ്പം വേണ്ട. അവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാലോ. അങ്ങനെ ആ സമയത്ത് തന്നെയാണ് എല്ലാവരും ഈ വാർത്ത അറിഞ്ഞത്. വിക്രമും ഈ വാർത്ത കണ്ട് നെട്ടലോടെ നിൽക്കാണ്. കലക്ടറും കുടുംബം എന്ന് കണ്ടതും വേദയ്ക്ക് കുടുംബമോ ഒരു കുഞ്ഞിനെയും കാണുന്നുണ്ട്. അങ്ങനെ ആകെ കൺഫ്യൂഷനായി ആകെ തെറ്റിദ്ധരിക്കപ്പെടാൻ കേട്ടോ വിക്രം. വേദ, അവൾ എന്തുകൊണ്ടാണ് ഇത്രയും കാലം തൻ്റെ മുമ്പിലേക്ക് വരാത്തത്? അവൾക്ക് ഒരു കുടുംബമോ? ഭാര്യയും ഭർത്താവും അമ്മയും മകളൊക്കെ ഒത്തുള്ള യാത്രയിലാണല്ലോ ആ ആക്സിഡൻറ്റ് സംഭവിച്ചത്.
ഈ സമയം നന്ദിനിയും ഇതെല്ലാം അറിഞ്ഞ് വിക്രമിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. കണ്ടില്ലേ വിക്രം, അവൾക്ക് വേറൊരു കുടുംബമുണ്ട്. വെറുതെ ആണോ നിന്റെ അരികിലേക്ക് അവൾ തിരികെ വരാഞ്ഞത്? ഈ 5 വർഷം നീ കാത്തിരുന്നത് വെറുതെയാവില്ലേ? വിക്രം മറ്റൊരുത്തൻ്റെ ഭാര്യയാണ്, അതിലൊരു കുഞ്ഞും ജനിച്ചു കഴിഞ്ഞു. ഇനി എന്തിനാ നീ അവൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്? ആ സമയം ശ്രീജ വന്ന് നന്ദിനിയോട് പറയും, നന്ദിനിയെടുത്തി വെറുതെ ഇല്ലാതിനും പറയരുത്. വേദ അങ്ങനെ ഒരിക്കലും വിക്രമിനെ മറന്ന് മറ്റൊരു ജീവിതം തേടിപ്പോവില്ല. പിന്നെ എന്താ വാർത്തയിൽ കണ്ടത്? കലക്ടറും കുടുംബവും അപകടത്തിലെന്ന്. അത് തന്നെ സത്യമാണെന്നുണ്ടോ? കലക്ടർ ചിലപ്പോൾ വേദ പഠിച്ച് കലക്ടർ ആയിരിക്കാം. അത് മറ്റേതെങ്കിലും ഫാമിലിയുടെ കൂടെ അവൾ യാത്ര ചെയ്തതായിരിക്കാം. തെറ്റിദ്ധരിക്കപ്പെടില്ലേ? ആ സമയം വിക്രമും പറയും, അത് വേദ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും വേദ വരുമല്ലോ. മോളെ അവളെക്കുറിച്ച് എന്തെങ്കിലും വിവരം അന്വേഷിക്കണ്ടേ? അങ്ങനെ മാഷി ശങ്കരനാരായണനെ വിളിക്കുന്നുണ്ട്. വേദി കാണാനായിട്ട് അവൾ അഡ്മിറ്റ് ചെയ്ത ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്ന് ശങ്കരനാരായണൻ പറയാണ്. എത്രയും പെട്ടെന്ന് മാഷിനെ വിളിച്ച് വിവരങ്ങൾ പറയാം. അവിടെ എത്തിയപ്പോഴാണ് വേദക്ക് വലിയ പരുക്കുകളൊന്നുമില്ല. തരുണനും തൻ്റെ കൈ രണ്ടും മുറിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഗൗരിമോൾക്കും വലിയ പരുക്കുകളൊന്നുമില്ലായിരുന്നു. ഗുരുതരാവസ്ഥയിൽ കിടക്കുന്നത് തരുണിൻ്റെ അമ്മയായിരുന്നു. ഡോക്ടർ പുറത്തേക്ക് വന്ന് ഡോക്ടർ പറയുന്നുണ്ട്, എന്തായാലും തലക്ക് ഒരു സർജറി വേണം. പിന്നീട് ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ വയ്യ, ആളുടെ ഓർമ്മശക്തി എന്തായാലും നഷ്ടപ്പെടും. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ഗ്യാരൻറ്റിയും പറയാനില്ല. ഇത് കേട്ട വേദ നെട്ടലോടെ തരുണിനെ നോക്കുക. അമ്മയുടെ ഓർമ്മ പോയി കഴിഞ്ഞാലുണ്ടാവുന്ന അപകടം അവൾക്ക് നന്നായിട്ടറിയാം. ഗൗരിമോൾ തൻ്റെ മോളാണെന്ന് അറിയാവുന്ന ഒരാൾ അമ്മയാണ്. പിന്നെ ഹോസ്പിറ്റലിലെ ഡോക്ടറും അവിടുത്തെ റെക്കോർഡിങ്ങിൽ പോലും തരുണിൻ്റെ മകളാണ് ഗൗരിമോള്. ഈ പ്രതിസന്ധിയിൽ നിന്ന് ഞാൻ എങ്ങനെ കരകയറും എന്നറിയാതെ വേദ സങ്കടത്തോടെ നിൽക്കുകയാണ്. എന്നാലും അമ്മയുടെ ജീവൻ രക്ഷിക്കണം. അങ്ങനെ ആ ഒരു ഓപ്പറേഷൻ എല്ലാം കഴിയുന്നുണ്ട്. ആ ഒരു സമയത്ത് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് ബോധം തന്നെ തെളിയുന്നത്. അമ്മയുടെ അടുത്തേക്ക് വേദയും തരുണും ഗൗരിമോളെല്ലാം ചെല്ലണ സമയത്ത് അവരെ ഒരു അന്തം വിട്ട് നോക്കാണ്. അവരെവിടെയാണെന്ന് പോലും അവർക്ക് അറിയില്ലായിരുന്നു. വേദക്ക് സത്യം മനസ്സിലായി. അമ്മയുടെ ഓർമ്മശക്തി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. എന്നെയോ ഗൗരിമോളോ തരുണിനെ ഒന്നും തന്നെ അമ്മക്ക് തിരിച്ചറിയാൻ കഴിയില്ലെന്ന്. അത് കണ്ടതും വേദ പൊട്ടിക്കറിയാണ്. ആ സമയം തരുൺ വന്ന് അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അമ്മ ജീവനോടെ നമ്മുടെ കൂടെ ഉണ്ടല്ലോ, ഓർമ്മയൊക്കെ നമുക്ക് പതിയെ പതിയെ തിരിച്ചെടുക്കാം. വേദ സങ്കടപ്പെടേണ്ട. എൻ്റെ അമ്മയെ ഓർത്ത് എനിക്ക് എന്തുമാത്രം വിഷമമുണ്ടെന്നറിയാമോ? എന്നാലും ജീവനോടെ എൻ്റെ അമ്മ എൻ്റെ കൂടെയുള്ളത് എനിക്ക് വലിയ ആശ്വാസമാണ്. അമ്മയുടെ പോയ ഓർമ്മകളൊക്കെ പതിയെ തന്നെ ഞാൻ തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ ആശ്വസിച്ച് വേദക്ക് സഹിക്കാവിലപ്പുറമായിരുന്നു കേട്ടോ. അങ്ങനെ വേദ ഈ സത്യം ഇതുവരെ തരുണിനെ അറിയിച്ചിട്ടില്ലായിരുന്നു. ഇനി എങ്ങനെ തരുണിനെ അറിയിക്കും? അമ്മ കൂടെയുള്ളപ്പോൾ അത് വലിയൊരു ധൈര്യമായിരുന്നു. അങ്ങനെ അവരുടെ യാത്രയെല്ലാം ക്യാൻസൽ ചെയ്ത് അമ്മയും കൊണ്ട് അവർ നാട്ടിലേക്ക് തന്നെ മടങ്ങാമെന്ന് കരുതാണ്. അവിടെ നല്ല ചികിത്സ കിട്ടും. തരുണും തന്നെ തൻ്റെ ജോലി അവിടെ നിന്ന് രാജിവെക്കുന്നുണ്ട്. മറ്റെവിടേക്കെങ്കിലും പുതിയ ട്രാൻസ്ഫർ വാങ്ങണം, നാട്ടിലെവിടെയെങ്കിലും ജോലി ചെയ്യണം എന്ന ലക്ഷ്യത്തോടു കൂടെ തന്നെയാണ് കേട്ടോ വരുന്നത്. വേദയും നാട്ടിലെത്തിയതോടുകൂടെ തമിഴ്നാട്ടിൽ പോസ്റ്റിംഗ് തന്നെ കലക്ടറായി തുടരാമെന്ന് അവൾ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. അങ്ങനെ ഈ ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞതിന് ശേഷം ആ തമിഴ്നാട് കലക്ടർ എന്നുള്ള ആ ഒരു വേദ അവിടെ തന്നെ നാട്ടിലേക്ക് തിരികെ വരുന്നുണ്ട്. അവിടെ എന്തെങ്കിലും ജോലി ചെയ്യാം, അതുപോലെ തന്നെ തനിക്ക് പുതിയ പോസ്റ്റിംഗ് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് ആക്കാം എന്നൊക്കെ ഉദ്ദേശത്തോടു കൂടെ അവർ വീണ്ടും അമ്മയുടെ ചികിത്സക്കായിട്ട് തന്നെ വരികയാണ്. കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അമ്മയ്ക്ക് വേദിയോ ഗൗരിയോ തരുണിനെയോ തിരിച്ചറിയാൻ പറ്റുന്നില്ല. അങ്ങനെ പതിയെ തരുൺ പറയുന്നുണ്ട്, അമ്മേ ഞാൻ അമ്മയുടെ മകനാണ്. തരുൺ പോലീസ് ഓഫീസർ, ഇത് വേദയെ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല. മോൻ്റെ ഭാര്യയല്ലേ വേദ? ആ സമയത്ത് അങ്ങനെയാണ് അവർ ചോദിക്കുന്നത്. എൻ്റെ ഭാര്യയല്ല, അമ്മയ്ക്കറിയോ, നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് പരിചയപ്പെട്ട കുട്ടിയാണ് വേദ. അന്ന് ആരാരുമില്ലാത്ത വേദയെ നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അമ്മ തന്നെ മുൻകൈയെടുത്ത് അവളെ പഠിക്കാൻ പ്രാപ്തിയാക്കിയത്. അവൾ ഇപ്പോൾ കലക്ടറാണ്. നമ്മളൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു, അമ്മയുടെ ഓർമ്മ നഷ്ടപ്പെട്ടതാണ്. പതിയെ എൻ്റെ അമ്മയുടെ ഓർമ്മശക്തി ഞാൻ തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ അമ്മയെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോഴും എല്ലാ സത്യങ്ങളും തരുണിനോട് തുറന്നു പറയാനാവാതെ വേദ തൻ്റെ കൂടെ അമ്മയുണ്ടായിരുന്നെങ്കിൽ താൻ പറഞ്ഞതെല്ലാം ഇപ്പോൾ കള്ളമാണെന്ന് തരുൺ പറയൂ. അമ്മയുടെ ഓർമ്മശക്തി പോയപ്പോൾ ഞാൻ കള്ളമുണ്ടാക്കിയതാണെന്നും ഗൗരിമോളെ നേടാനായിട്ടാണെന്നും മാത്രമേ തരുൺ കരുതൂ എന്നറിയാവുന്നതുകൊണ്ട് അവൾ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ശങ്കരനാരായണൻ വിവരങ്ങളെല്ലാം അറിഞ്ഞ്
വേദയോട് ചോദിക്കുന്നുണ്ട്. വല്ലാത്തൊരു കുരുക്കില മോള് പെട്ടത്. ഇനിയിപ്പോൾ തരുണിനെ എങ്ങനെ സത്യം അറിയിക്കും? അറിയില്ല അച്ഛാ. ഒന്നല്ലെങ്കിൽ അമ്മക്ക് ഓർമ്മ തിരികെ കിട്ടണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വഴി നമ്മൾ പരീക്ഷിക്കണം. എൻ്റെ മോള് അതൊന്നോർത്ത് വിഷമിക്കേണ്ട. എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടാവും. അങ്ങനെ ഗൗരിമോളായിട്ട് ശങ്കരനാരായൺ വലിയ കൂട്ടാവുന്നുണ്ട്. മോളുടെ യഥാർത്ഥ അച്ഛൻ ആ നിൽക്കുന്ന തരുൺ സാറല്ല. പിന്നെ ആരാ എൻ്റെ അച്ഛൻ? എൻ്റെ അച്ഛൻ തരുണാണ് എന്ന് അവൾ പറയുമ്പോൾ, അല്ല, മോളുടെ അച്ഛൻ നാട്ടിലുണ്ട്, വിക്രം എന്നാണ്. മോളുടെ അച്ഛൻ്റെ പേര് വിക്രമാദിത്യനാണോ? അമ്മ പറഞ്ഞ കഥയിലെ രാജാവ്? അതെ, അതാ മോളുടെ അച്ഛനെ. അമ്മ ഒരുപാട് ബുദ്ധിമുട്ടി മോളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെയൊക്കെ ആക്കിയത്. മോളുടെ അച്ഛനെ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ വിക്രം അമ്പലത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മോളുമായിട്ട് ശങ്കരനാരായൺ പോകുന്നുണ്ട്. അതാ മോളുടെ യഥാർത്ഥ അച്ഛനെന്ന് പറഞ്ഞ് മോളെ കാണിക്കാം.